ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 6-ലെ 6-ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനം ഈശ ശകുന്തപംക്തി സിദ്ധാദയസ്വരഗണാ മുഖരന്ധ്രമഗ്നിർ ദേവാഭുജാ സ്തനയുഗം തവ ധർമ്മദേവ. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനം ഈശ ശകുന്തപംക്തി. മായയാകുന്നു വിലാസഹസിതം. വിലാസഹസിതം എന്നാൽ ഹസിതം എന്നാൽ പുഞ്ചിരി. വിലാസഹസിതം മനോഹരമായ പുഞ്ചിരി. ഭഗവാന്റെ ആരെയും മയക്കുന്ന ആ പുഞ്ചിരി, ആ ലീലാസ്മിതമാകുന്നു മായയായിരിക്കുന്നത്. ശ്വസിതം ശ്വാസോച്ഛ്വാസം, ഭഗവാന്റെ ശ്വാസോച്ഛ്വാസം ആകുന്നു. സമീരോ സമീരഹ കാറ്റ് ആകുന്നത്. ഭഗവാനെ അങ്ങയുടെ ആരെയും മയക്കുന്ന ആ മനോഹരമായ പുഞ്ചിരിയാകുന്നു മായയായിരിക്കുന്നത്. അങ്ങയുടെ ശ്വാസോച്ഛ്വാസം കാറ്റായിരിക്കുന്നു. ജിഹ്വാജലം വചനം ഈശ ശകുന്തപംക്തി. ജിഹ്വാജലം, ജിഹ്വ നാക്ക്, ഭഗവാന്റെ നാക്ക് ജലം ആയിരിക്കുന്നു, വെള്ളം ആയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ജലം ആയിരിക്കുന്നതെല്ലാം ഭഗവാന്റെ നാക്ക് ആകുന്നു എന്നാണ് പറയുന്നത്. വചനം ഈശ, വചനം വചനങ്ങൾ, ഭഗവാന്റെ വചനങ്ങൾ, വാക്കുകൾ. ഈശ അല്ലയോ ഭഗവാനെ. ശകുന്തപംക്തി, ശകുന്തം എന്നാൽ പക്ഷി, പംക്തി എന്നാൽ കൂട്ടം. ശകുന്തപംക്തി പക്ഷിക്കൂട്ടമാകുന്നു ഭഗവാന്റെ വചനങ്ങൾ. സിദ്ധാദയ സിദ്ധന്മാരായിരിക്കുന്നവർ. ഗന്ധർവന്മാർ, കിന്നരന്മാർ തുടങ്ങിയവരെയാണ് സിദ്ധന്മാർ എന്ന് പറയുന്നത്. അങ്ങനെ സിദ്ധന്മാരായിരിക്കുന്നവർ സ്വരഗണ, ഭഗവാന്റെ സ്വരഗണങ്ങളായിരിക്കുന്നു. ഭഗവാന്റെ ശബ്ദസമൂഹം ആകുന്നു സിദ്ധന്മാരായിരിക്കുന്നവർ. മുഖരന്ധ്രം അഗ്നിർ, മുഖരന്ധ്രം, രന്ധ്രം എന്നാൽ ദ്വാരം, മുഖരന്ധ്രം എന്നാൽ വായ്. മുഖരന്ധ്രം അഗ്നിർ, അഗ്നി അഗ്നിയാകുന്നു, തീയാകുന്നു ഭഗവാന്റെ വായ് എന്നാണ് പറയുന്നത്. ഭഗവാനെ സിദ്ധന്മാരായിരിക്കുന്നവർ അങ്ങയുടെ ശബ്ദമാകുന്നു, അങ്ങയുടെ വായ് അഗ്നിയും ആകുന്നു. ദേവാ ഭുജാഹ, ദേവാ ദേവന്മാർ, ഭുജാഹ കൈകളാകുന്നു, ഭഗവാന്റെ കൈകളാകുന്നു ദേവന്മാരായിരിക്കുന്നത്. സ്തനയുഗം തവ ധർമ്മദേവ. സ്തനയുഗം, യുഗം എന്നാൽ രണ്ട്, സ്തനയുഗം രണ്ട് സ്തനങ്ങൾ. തവ അങ്ങയുടെ, തവ സ്തനയുഗം അങ്ങയുടെ രണ്ടു സ്തനങ്ങൾ ആകട്ടെ. ധർമ്മദേവ ധർമ്മദേവനും ആകുന്നു. ഭഗവാനെ സിദ്ധന്മാരായിരിക്കുന്നവർ അങ്ങയുടെ ശബ്ദസമൂഹമാകുന്നു. അങ്ങയുടെ വായ് അഗ്നിയും കൈകൾ ദേവന്മാരും രണ്ട് സ്തനങ്ങൾ ധർമ്മദേവനും ആകുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ സർവവ്യാപിയും സർവനിയന്താവുമായ ലോകസ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ, അങ്ങയുടെ ആരെയും മയക്കുന്ന ആ മധുരമന്ദഹാസം മായയാകുന്നു. ശ്വാസോച്ഛ്വാസം കാറ്റും, നാക്ക് വെള്ളവും, വാക്ക് പറവകളും, സ്വരഗണങ്ങൾ സിദ്ധാദികളും, വായു തീയും, കൈകൾ ദേവന്മാരും രണ്ട് സ്തനങ്ങൾ ധർമ്മദേവനും ആകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനം ഈശ ശകുന്തപംക്തി സിദ്ധാദയ സ്വരഗണാ മുഖരന്ധ്രമഗ്നിർ ദേവാഭുജാ സ്തനയുഗം തവ ധർമ്മദേവ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപംക്തി സിദ്ധാദയസ്വരഗണാ മുഖരന്ധ്രമഗ്നിർ
ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവ. ഏഴാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.